തൃത്താലയിൽ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച വാർത്ത വാട്സപ്പ് സ്റ്റേറ്റസ് ആക്കിയതിന് വീട്ടമ്മയ്ക്ക് ഭീഷണി. ആലപ്പുഴ തോട്ടപ്പള്ളി സ്വദേശിയായ സുലേഖയ്ക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഹമാസ് ഭീകരവാദികളെക്കുറിച്ചുള്ള ജനം TV വാർത്തയാണ് സുലേഖ സ്റ്റേറ്റസ് ആയിട്ടത്. വീഡിയോ കോൾ വഴിയും മെസ്സേജ് വഴിയും ഭീഷണിപ്പെടുത്തിയതായി സുലേഖയുടെ പരാതിയിൽ പറയുന്നു. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് നിഷ ദിലീപും പാലക്കാട് നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്ത അരുൺ ആലത്തൂരും ചേരുന്നു. ആദ്യം നമുക്ക് നിഷയിലേക്ക് പോകാം. നിഷ, തൃത്താലയിൽ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച വാർത്ത വാട്സപ്പ് സ്റ്റേറ്റസ് ആക്കിയതിനാണ് വീട്ടമ്മയ്ക്ക് ഭീഷണി വന്നിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ആ വീട്ടമ്മ ജനം TVയോട് പങ്കുവച്ചത്? രോഹിണി, കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി, അതായത് 10:51 തോട്ടപ്പള്ളി സ്വദേശിയായ സുലേഖ നമ്മുടെ വാർത്ത സ്റ്റാറ്റസ് ആയിട്ടിട്ടത്. അതിനുശേഷം ഒരു 11:30 ഇത്തരത്തിൽ ഭീഷണി സന്ദേശങ്ങൾ വരാൻ തുടങ്ങി എന്നാണ് സുലേഖ പറഞ്ഞത്. ഭീഷണി സന്ദേശങ്ങൾ, ഒപ്പം തന്നെ വാട്സപ്പ് കോളുകളൊക്കെ ആയിട്ടാണ് വരാൻ തുടങ്ങിയത്. മുഖം മറച്ച ഒരാളുടെ, കൂളിംഗ് ഗ്ലാസ് വെച്ച് മുഖം മറച്ച ഒരാളുടെ ചിത്രമാണ് വാട്സപ്പ് കോളിൽ കണ്ടത് എന്നും സുലേഖ പറയുകയുണ്ടായി. എന്തായാലും ഇവർ ബുധനാഴ്ച തന്നെ അമ്പലപ്പുഴ CIക്ക് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീട്ടമ്മയുടെ സ്റ്റാറ്റസ് കണ്ട ചില ആളുകളെ ചുറ്റിപ്പറ്റി തന്നെയാണ് അന്വേഷണം നടക്കുന്നുണ്ട്. മക്കളല്ലാതെ വേറെ 5 പേർ, പരിസരവാസികളും അവർക്ക് പരിചയക്കാരുമായ 5 പേർ ഈ സ്റ്റാറ്റസ് കണ്ടു എന്ന് സുലേഖ പറയുന്നുണ്ട്. ഇവരുടെ വിവരങ്ങളും പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ആ നമ്പറുകൾ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം നടക്കുന്നത്. പ്രധാനമായും സുലേഖയ്ക്ക് വന്ന വാട്സപ്പ് കോളിന്റെ ആ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പാലക്കാട് സ്വദേശിയാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശങ്ങൾ അയച്ചതും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള കോൾ ചെയ്തതുമെന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. മക്കൾക്കും കൊച്ചുമക്കൾക്കും അടക്കം അവരുടെ പേര് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത്. അവരെ അപായപ്പെടുത്തും എന്ന രീതിയിലുള്ള ഭീഷണി വന്നതെന്നും സുലേഖ പറയുന്നുണ്ട്. ജനം TVയുടെ വാർത്താ സ്റ്റാറ്റസ് ഇട്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ കോൾ എത്തി എന്നും വീട്ടമ്മ പറയുന്നു. എന്തായാലും ഈ സ്ക്രീൻഷോട്ട്, ഈ വിളിച്ച ആൾ സുലേഖയുടെ വാട്സപ്പ് സ്റ്റാറ്റസിന്റെ സ്ക്രീൻഷോട്ട് സഹിതം അയച്ചു കൊടുത്താണ് ഭീഷണിപ്പെടുത്തിയത്. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, ഈ സ്റ്റാറ്റസ് കണ്ട ആരും സ്ക്രീൻഷോട്ട് എടുത്ത് വ്യാപകമായി പ്രചരിപ്പിച്ചു. അത്തരത്തിൽ ആ ഒരു പ്രചാരണം നടക്കുന്നതിനിടെയാണ് സുലേഖയുടെ ഫോണിലേക്ക് തിരിച്ച് ഇത്തരത്തിൽ കോളും ഈ സ്റ്റാറ്റസിന്റെ സ്ക്രീൻഷോട്ടും ഒക്കെ അയച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ഭീഷണിപ്പെടുത്തൽ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്റലിജൻസ് വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രോഹിണി. ശരി നിഷ. അരുൺ ആലത്തൂരും കൂടി ചേരുകയാണ്. അരുൺ, തൃത്താലയിലെ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച വാർത്ത ജനം TVയാണ് ആദ്യം പുറത്തുവിടുന്നത്. ഇപ്പോൾ ആ വാർത്ത സ്റ്റേറ്റസ് ആയിട്ട് വീട്ടമ്മയ്ക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ മുതൽ തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. പക്ഷേ ഈ വീട്ടമ്മയ്ക്കുള്ള ഭീഷണി സന്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിൽ വിറളി പൂണ്ടുന്ന ഒരു സംഘം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിൽ ഈ വീട്ടമ്മയെ വല്ലാതെ ഭീഷണിപ്പെടുത്തുകയും കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുകയും ഒക്കെ ചെയ്യുന്നത്. തീർച്ചയായും അത്തരത്തിൽ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ തൃത്താലയിൽ ആനപ്പുറത്ത് ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ ജനം TV പുറത്തുവിട്ട വാർത്ത മറ്റ് ഇംഗ്ലീഷ് ചാനലുകൾ ഉൾപ്പെടെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ സമൂഹത്തെ ചർച്ചയാവുകയും BJP ഇതുമായി ബന്ധപ്പെട്ട് DGPക്കും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും ഉൾപ്പെടെ പരാതി നൽകുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതേസമയം തന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് തൃത്താലയിലെ മുൻ MLA VT ബലറാം ഉൾപ്പെടെ രംഗത്ത് വരികയും ചെയ്തു. ഇത് പള്ളിയിലെ ഉറൂസുമായി ബന്ധപ്പെട്ട പരിപാടിയല്ല, അത് തൃത്താലയിലെ ദേശോത്സവമാണ് എന്നതായിരുന്നു VT ബലറാമിന്റെ പ്രധാന വാദം. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹമാസ് ഭീകരരെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യാതൊരു മറുപടികളോ മറ്റോ ഒന്നും തന്നെ ഈ VT ബലറാമോ മറ്റോ പറയുകയും ചെയ്തിരുന്നില്ല എന്നുള്ളത്. ഏതായാലും ഈ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നും തൃത്താലയിൽ തൃത്താല നഗരത്തിൽ BJPയുടെ പ്രതിഷേധം ഉൾപ്പെടെ വൈകിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഒരു വിഭാഗം ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഹമാസ് തീവ്രവാദികളെ, ഹമാസിലെ പോരാളികൾ എന്നും മറ്റുമൊക്കെ വിശേഷിപ്പിച്ച് രംഗത്ത് വരുന്നുണ്ട്. അത്തരത്തിലുള്ള ശരി അരുൺ.